അജയ്, നമുക്ക് സൂചിപ്പിക്കേണ്ടത് നേരത്തെ തന്നെ പെൻറ്റഗന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പ്രതികരണം എന്നത് ഇപ്പോഴത്തെ യുദ്ധം ഗൾഫ് രാജ്യങ്ങളെ കൂടുതൽ ഐക്യപ്പെടുത്തിയിട്ടുണ്ട് എന്നും ആ ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം ഇറാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്നുമാണ്. അതോടൊപ്പം തന്നെ വളരെ നിർണായകമായ ചില നീക്കങ്ങൾ കൂടി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. $15 കോടി ആയുധം അടിയന്തരമായി ഇസ്രായേലിന് വിൽക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആയുധ വിൽപ്പനയിലടക്കം ചില നിയന്ത്രണങ്ങൾ നിയമപരമായി ഉണ്ട്. ആ നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്ത് നിന്ന് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഉള്ളത്. ഈ ആക്രമണങ്ങൾക്കെല്ലാം വീണ്ടും മറുപടിയുമായി ഇസ്രായേലും അമേരിക്കയും എത്തും എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സാഹചര്യം തന്നെയാണ് പശ്ചിമേഷ്യയിൽ കാണാൻ സാധിക്കുന്നത്. ഇസ്രായേലാണെങ്കിലും അമേരിക്കയാണെങ്കിലും മേഖലയിൽ കൂടുതൽ സൈനിക വിന്യാസം ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. US അവരുടെ കൂടുതൽ വലിയ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ കടലിൽ വിന്യസിക്കുന്നു. പുതിയ ആയുധങ്ങൾ ഉൾപ്പെടെ വാങ്ങാൻ കരാറാകുന്നു. അതുപോലെ തന്നെ ഇസ്രായേൽ സേനയ്ക്ക് $151.8 മില്യൺ ആയുധങ്ങളാണ് US വിറ്റതായിട്ട് വിവരം വന്നിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ധാരണയായി ഇതിൻ്റെ കരാറിൽ ഉൾപ്പെടെ ഒപ്പുവെച്ചു എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അതായത് ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളും US-ന് തങ്ങളുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ മെച്ചപ്പെട്ട യുദ്ധസന്നാഹങ്ങളും അതെല്ലാമാണ് പശ്ചിമേഷ്യയിൽ അവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇറാൻ ഇപ്പോൾ സ്വയം പ്രതിരോധിക്കാനുള്ള ഒരു മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനിടെ പശ്ചിമേഷ്യയിൽ ഉൾപ്പെടെ ആക്രമണങ്ങൾ അവർ വ്യാപകമാക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇത് തീർച്ചയായിട്ടും US-നും ഇസ്രായേലിനും തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. നിലവിൽ ഇസ്രായേലിലേക്ക് ഇറാൻ അടുത്ത ഘട്ട മിസൈൽ ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. അത് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ച കാര്യമാണ്. വലിയ രീതിയിൽ ഉള്ള ഒരു ആക്രമണങ്ങൾ അവിടെ ടെൽ അവീവിലും അതുപോലെ തന്നെ ജെറുസലേം ഉൾപ്പെടെ പല നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഈ ആക്രമണമുണ്ട്. ഇതിൻ്റെ നാശനഷ്ടങ്ങൾ എത്രത്തോളമാണെന്ന് ഇനി വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പല ഡ്രോണുകളും അവർ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ച് കഴിഞ്ഞു. ഈ പശ്ചിമേഷ്യയിൽ ഉൾപ്പെടെ നിലവിലുണ്ടാകുന്നത് ഈ ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളും ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന ചില സ്ഫോടനങ്ങളും അതുപോലെ തന്നെ തീപിടുത്തങ്ങളുമാണ്. അല്ലാതെ മിസൈലുകളും ഡ്രോണുകളും നേരിട്ട് പതിച്ചുകൊണ്ടുള്ള വലിയ തരത്തിലുള്ള കാഷ്വാലിറ്റീസ് ഒന്നും തന്നെ പശ്ചിമേഷ്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യക്കാർക്ക് ഉൾപ്പെടെ ആശ്വാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്രവാസികൾക്കടക്കം അങ്ങനെ വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലാണെങ്കിലും പശ്ചിമേഷ്യയിലില്ല. പക്ഷേ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അത് മാത്രമാണ് ഒരു വലിയ ഭീഷണിയായിട്ടുള്ളത്. ഇപ്പോൾ ഇത്തരത്തിൽ ഡ്രോണിൻ്റെ അവശിഷ്ടം വീണിട്ടുള്ള ഒരു തീപിടുത്തം തന്നെയാണ് നിലവിൽ ഇപ്പോൾ ദുബായിലടക്കം ഉണ്ടായിട്ടുള്ളത്. പ്രിൻസ് സുൽത്താൻ എയർബേസിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത്. എന്നാൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആക്രമണം നടന്നതായി സോഷ്യൽ മീഡിയ വഴി ചില കള്ളപ്രചരണങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇത്തരം പ്രചരണങ്ങളെല്ലാം ദുബായ് മീഡിയ ഓഫീസ് നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ്. അൽ ജസീറ ഉൾപ്പെടെ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റ് ഒരു ചെറിയ ഒരു തീപിടുത്തമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതും ഒരു മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്ത് മിസൈലിൻ്റെ ഭാഗം വീണിട്ടുള്ള ഒരു തീപിടുത്തമാണ്. അല്ലാതെ മിസൈൽ നേരിട്ട് വന്ന് ഹിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം അതൊരിക്കലും ദുബായിലാണെങ്കിലും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലാണെങ്കിലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗം വീണിട്ടുള്ള തീപിടുത്തം കാരണം അവിടെ മറ്റ് വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാനുള്ള പെർമിഷൻ താൽക്കാലികമായി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അത് കാരണം വിമാനങ്ങൾ ഇപ്പോഴും ദുബായിക്ക് പുറത്ത് തന്നെയുണ്ട്. അല്ലാതെ മറ്റ് റൺവേകളോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയം പ്രാപിക്കേണ്ട ഒരു സ്ഥിതിയൊന്നും ഉണ്ടായിട്ടില്ല. ഈ തീപിടുത്തം ഒന്ന് നിയന്ത്രണ വിധേയമാക്കിയതിന് ശേഷം ഈ വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ പെർമിഷൻ കൊടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഗൾഫ് മേഖല ഇപ്പോഴും അശാന്തമാണ്, ഏറെ ജാഗ്രതയോടെയാണ് നിൽക്കുന്നത്. അതുമാത്രമല്ല, ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ അടക്കം സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള ആളപായത്തിലേക്കൊന്നും പോകുന്നില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമാകുന്നത്. ഒപ്പം അജയ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിവരം എന്നത് ഈ യുദ്ധസമയത്ത് തെറ്റായ നിരവധി വാർത്തകൾ പ്രചരിക്കപ്പെടും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ നോക്കി ഇത്തരം പ്രചാരണങ്ങൾ, കള്ളപ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഒക്കെ വലുതായി നടക്കുന്നുണ്ട്. ഞങ്ങൾ വാർത്താ ചാനലുകൾക്ക് പോലും വാർത്താ ഏജൻസികളിൽ നിന്ന് പോലും വാർത്തകൾ ലഭിക്കാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യമാണ് ഈ യുദ്ധ സാഹചര്യം എന്നത്. ഇപ്പോൾ ഇറാനിൽ തന്നെ എന്താണ് കൃത്യമായി നടക്കുന്നത്, അവിടെ എത്രത്തോളം ശക്തമായ സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട്, അവിടെ ഏത് തരത്തിലാണ് അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തുന്നത്, ഇത്തരം വിവരങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രമാണ് പുറം ലോകത്തേക്ക് വരികയുള്ളൂ. കാരണം അവിടെ ആശയവിനിമയ സംവിധാനങ്ങൾ, ഇന്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ റദ്ദാക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അവരുടെ കാഷ്വാലിറ്റി സംബന്ധിച്ച് അവർ പുറത്തു നൽകുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ്
പലപ്പോഴും വാർത്താ ഏജൻസികൾക്കും പങ്കുവെക്കാൻ സാധിക്കുന്നത് എന്നതാണ് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല, അവർ കരുത്തരായി തന്നെ തുടരുന്നു എന്നതായിരിക്കും പുറം ലോകത്തോട് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. സമാനമായ ഒരു സാഹചര്യം ഇസ്രായേലിൻ്റെയും അതോടൊപ്പം തന്നെ അമേരിക്കയുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ ഇത് ശരിയാണ് എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം അത് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും ഐക്യത്തെയും ഒക്കെ ബാധിക്കുന്ന ഒന്നായി മാറും എന്നുള്ളത് കൂടിയാണ് എടുത്തു പറയേണ്ടതായി വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.